സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. നനുത്ത മഴ പെയ്യുന്ന തണുപ്പുള്ളൊരു പകലായിരുന്നു. 2 ദിവസമായിട്ട് വല്ല മൂന്നാറിലൊക്കെ ചെന്ന ഒരു പ്രതീതിയാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തണുത്ത കാറ്റും ചെറിയൊരു ചാറ്റൽ മഴയും നിറയെ പൂക്കളും ചെടികളും ഒക്കെയുള്ളൊരു അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. മഴ നനഞ്ഞു നിൽക്കുന്ന ഭംഗിയുള്ള പൂക്കൾ, മഴ കൊണ്ട് ഇതളൊടിഞ്ഞു പോകുന്ന റോസാപ്പൂക്കൾ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. ചെടികൾ നമുക്ക് തരുന്ന സന്തോഷം മറ്റൊരു കാര്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കണമെന്നില്ല. അത്രയും സന്തോഷമാണല്ലോ ചെടികൾ നട്ടു വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് അതിരില്ലാത്ത സന്തോഷവും സമ്പാദ്യവും ഒക്കെ കൊണ്ടു തന്നത് ചെടികളാണ്. ചെടികൾ നമ്മൾ നട്ട് വളർത്തിയാൽ സന്തോഷവും അതുപോലെ തന്നെ നല്ലൊരു വരുമാനവുമായി നമുക്കിത് മാറും, അത് ഉറപ്പാണ്. നമ്മുടെ ഓൺലൈൻ സെയിലിൽ തീർന്ന ചെടികൾ ഒരുപാട് വീണ്ടും വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സെയിലിൽ പുതിയത് വന്ന ചെടികളെക്കുറിച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്ലാന്റ് കുറച്ചേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പ്ലാന്റിന് ഒരുപാട് ആവശ്യക്കാരാണ്. ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മളെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ചെടി ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതും അതേ ഗണത്തിൽ പെട്ട ഒരു ചെടി തന്നെയാണ്. ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. പിന്നീടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ വരാത്ത ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഒരുപാട് ആളുകൾ ഈ ഒരു പ്ലാന്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടി, മറ്റുള്ളവർക്ക് കിട്ടാത്ത പരാതിയും ഒക്കെ ഉണ്ടായിരുന്ന പ്ലാന്റാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓരോ പ്ലാന്റും ഹെൽത്തിയായ പ്ലാന്റുകളുമാണ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റ് ചോദിച്ചിട്ട് ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞതിന് വിഷമിച്ച് പോയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കിതാ ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ പീസുകളാണ് ഉള്ളത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഇനി ഇതേപോലെ വല്ലാതെ ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഭംഗിയൊന്ന് എടുത്തു പറയേണ്ടതാണ്. ആദ്യം ഇതിൻ്റെ ലീഫ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നീട് തളിരിലകൾ വരുന്തോറും അതിൻ്റെ ഭംഗി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം. ഈ ഒരു പ്ലാന്റും തീർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റും നമ്മൾ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തിയായ തൈകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വരാനായ ഒരു പ്ലാന്റാണിത്. ഇനിയുള്ളത് സ്നോ വൈറ്റ് ആണ്. സ്നോ വൈറ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയ ഒരു ചെടിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രയും സ്നോ വൈറ്റ് ചെടികൾ വിറ്റ് പോയിട്ടുണ്ട്. അതും വല്ലാതെ ആരാധകരുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ ഈ ഒരു കലാത്തിയ ചോദിച്ച ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഓരോരുത്തർക്കായിട്ട് അവരുടെ വാട്സപ്പ് തിരഞ്ഞു പിടിച്ച് ഈ പ്ലാന്റിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ സാധിക്കില്ല. എത്ര ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നു, ആരാണ് എന്താണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല. അവരെ ഓർത്തിരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെയുള്ളത് മൂൺഷൈൻ ആണ്. ഇത് ഫെലഡൻഡ്രോൺ പോലെ ഇരിക്കും, പക്ഷെ ഇത് ഫെലഡൻഡ്രോൺ അല്ല, മൂൺഷൈൻ ആണ്. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീടുള്ളത് ഈ ചെടികളാണ്. ഈ ചെടികൾ നല്ല വെയിൽ തട്ടുന്ന ഭാഗത്ത് നല്ല ഭംഗിയോടെ വളരുന്ന പ്ലാന്റുകളാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഈ ഒരു ചെടികൾ വളർത്തി കഴിഞ്ഞാൽ എടുത്തു കാണിക്കുന്ന പ്ലാന്റുകളാണ് ഇവർ. ഒട്ടും കെയറിങ് ആവശ്യമില്ലാതെ ഭംഗിയോടെ വളർത്താൻ പറ്റിയ ചെടികളാണ് കോഡിലൈൻ ഫ്രൂട്ടിക്കോസ അല്ലെങ്കിൽ ഡ്രസിനിയ എന്നൊക്കെ പേര് വിളിക്കുന്ന ഈ ചെടികൾ. ഈസി ആയി തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റിയ ചെടിയാണ് ഇത്. നീണ്ടു നിവർന്ന് വരുന്ന സമയത്ത് അതിൻ്റെ മധ്യഭാഗം ഒടിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ചെടിയുടെ 3-4 വെറൈറ്റി നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ളത്
ഈ ഒരു കലാത്തിയ ചെടിയാണ്. നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റ് ഇല്ലാത്തൊരു ചെടിയായിരുന്നു ഇത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആയിട്ടുണ്ട്. കലാത്തിയ വർഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. നല്ല ഗ്രീൻ ലീഫുകളാണ്. ഞൊറിഞ്ഞു കിടക്കുന്ന ഇലകളുടെ ഭംഗി തന്നെയാണ് ഇവയുടെ പ്രത്യേകത. ഇനി ആന്തൂറിയം ചോദിച്ചവർക്ക് വന്ന ഒരു വെറൈറ്റിയാണിത്. നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നു ഒരു ഡാർക്ക് പിങ്കും അതിൽ വൈറ്റ് ഷെയ്ഡുമുള്ള ഭംഗിയുള്ള ആന്തൂറിയമാണ് കേട്ടോ. അല്പം വെറൈറ്റിയാണ്. ഇനിയുള്ളത് കലാത്തിയ റാറ്റൽ സ്നേക്കാണ്. കലാത്തിയ റാറ്റൽ സ്നേക്ക് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയുള്ളൊരു ചെടിയാണിത്. നീളൻ കൂടിയ ലീഫുകളും അതുപോലെ അതിൽ നിന്ന് വ്യത്യാസമായ ഈ ഒരു കലാത്തിയ, ഇതൊക്കെ കലാത്തിയ ചെടികളിൽ ഭംഗിയുള്ള ചെടികളാണ്. ഈ 2 ചെടികളും ഇപ്പം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ചെടിയും അതുപോലെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ കലാത്തിയ ചെടികളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ചെടികളിൽ 2 ചെടികളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒട്ടനവധി ആളുകൾ ഓർഡർ ചെയ്ത് 2-3 പീസൊക്കെ വാങ്ങുന്ന ഒരു ചെടിയാണിത്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കിട്ടാതെ ആയിട്ട് എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വന്നിട്ടുണ്ട്. ഇത് അഗ്ലോണിമ ചെടിയാണ്. ഹെൽത്തി ആയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു കലാത്തിയ ചെടിയും, ഇതും ആവശ്യക്കാർ കൂടുതലുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു ചെടിയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ തൈകൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുതുതായി എത്തിയ ഈ ഒരു കലാത്തിയ വല്ലാതെ ആളുകൾ ആവശ്യപ്പെട്ട ചെടിയാണ്. ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഇനി 1-2 സിങ്കോണിയം വെറൈറ്റീസ് ആവശ്യപ്പെട്ടവർക്കായിട്ട് പുതിയ സിങ്കോണിയം എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിങ്കോണിയം നല്ല ഭംഗിയാണ്. സിങ്കോണിയം നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ചില സിങ്കോണിയം നമുക്ക് വല്ലാതെ മനസ്സിന് പിടിക്കും. ആ ഒരു തരത്തിലുള്ള കളറാണ് ഈ ഒരു സിങ്കോണിയത്തിനുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഒരു മിനിയേച്ചർ. ചെറിയൊരു കുഞ്ഞു തൈ ഉണ്ടായാൽ തന്നെ നമ്മുടെ പോട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇതുപോലെ ബുഷി ആയിട്ടിരിക്കുന്ന സിങ്കോണിയാണ് കേട്ടോ. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഈ ഒരു കലാത്തിയ ചെടിയാണ്. കണ്ടില്ലേ, ചിത്രരചനകൾ പോലെ ഭംഗിയുള്ള ലീഫുകളാണ് ഇതിൽ. ഈ ഒരു ചെടിയും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് ഈ ചെടിയാണ്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ഓവൽ ഷേപ്പുള്ള ലീഫുകളാണ്. കലാത്തിയ ഒർണാട്ട ടൈപ്പിൽ ഒരുപാട് വെറൈറ്റീസുകളുണ്ട്. ഇത് കലാത്തിയ മറ്റൊരു ടൈപ്പാണ് കേട്ടോ. ഗ്രീനിൽ സിൽവർ കളർ പാകിയ പോലെയുള്ള ഈ ഒരു കലാത്തിയ നല്ല ഹെൽത്തിയായി വളരുന്നൊരു കലാത്തിയ തന്നെയാണിതും. ഇങ്ങനെ ഒരുപാട് പുതിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് കിട്ടാതെ പോയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ട പാടെ ഓർഡർ ചെയ്ത് വരുന്നവർക്ക് പ്ലാന്റ് കിട്ടും. അല്ലാത്തവർക്ക് പ്ലാന്റ് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് നീരസമൊന്നും കാണിക്കരുത്. നെക്സ്റ്റ് വീക്ക് വീണ്ടും പ്ലാന്റ് വരും. അപ്പോഴും ഞാൻ ഇതുപോലെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങാം. ചിലർ വളരെ ദേഷ്യത്തോടെയാണ് പറയുക, വീഡിയോ കണ്ട് വന്നപ്പോഴേക്കും ചെടികൾ തീർന്നോ, എന്താ നിങ്ങൾ എനിക്ക് തരാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ആർക്കും ചെടി കൊടുക്കാൻ താല്പര്യമില്ലാതിരിക്കൂലല്ലോ. നമ്മൾ ഇതൊരു ജീവിത മാർഗമായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പ്ലാന്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലല്ലേ നടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ചെടികൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഒരാഴ്ചയുടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ കണ്ട എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.